ക്ഷമിക്കണം, അവൾക്ക് അല്പം ഒരു ഡോക്ടറെ ഒന്ന് കാണാൻ വന്നാ. അങ്ങോട്ടിരിക്കാമല്ലോ. ഓ, ഞങ്ങളിവിടെ നിന്നോളാം. അതെ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇവരെ കണ്ടില്ലേ? ദിവസം ചെല്ലുന്തോറും മെലിഞ്ഞു വരുന്നു. പണ്ട് ആന പോലിരുന്നോ? എന്റെ ഭാര്യയ്ക്കാണ് ഇപ്പൊ എന്റെ കണ്ടേ കൂടെ. സോറി, ഞാൻ അങ്ങനത്തെ ഡോക്ടറല്ല. വാതൊക്കെ ബോർഡ് ഇരിപ്പുണ്ടല്ലോ. എനിക്ക് സയൻസിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അയ്യോ, അങ്ങനെയും ഡോക്ടർമാരുണ്ടോ? ക്ഷമിക്കണം സാർ, വേറെ ഡോക്ടർമാരാര്? കുറച്ച് വടക്കൂട്ട് പോയാൽ മതി. അത് മൃഗഡോക്ടറല്ലേ? അതിന് തൊട്ടടുത്ത്. എന്നാ ഞങ്ങൾ വരട്ടെ. ഇവനെ മൃഗഡോക്ടറെ കാണിച്ചാലും മതി. അതെ, നടക്ക്. കിട്ടിയില്ലായിരുന്നില്ല. പിടിച്ച ഓടിപ്പോവും. അപ്പോ പുതിയ DIG എന്നോട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതൊരു മത്സരമായി കാണണ്ട, വഴി ഞാനുണ്ടാക്കിക്കോളാം. ഇവിടെ ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് എന്റെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് എന്നോട് പകവെട്ടി. ഇപ്പോ ചേരിയിലെ ഒരു തേവിടിശ്ശിയുടെ അനിയത്തിയെ കാണാതായതിന് എന്റെ ആളെ കസ്റ്റഡിയിലെടുത്ത് എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ശവത്തിനരിയിൽ വാസുവിന്റെ കർച്ചീഫ് കണ്ടു. പിന്നെ ചേരി നിവാസികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ അറസ്റ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോ ഞാൻ ഇറങ്ങുന്നു. എന്താ ആകെ കുഴപ്പമായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കുറെ കുട്ടികൾ മരിച്ചു, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും താൻ കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. ആശുപത്രി മുഴുവൻ കുട്ടികളാണ്, ആകെ കുഴപ്പമാകും. അതിന് താൻ എന്തിനെങ്കിലും വിപ്ലവം കാണിക്കുന്നത്? ലക്ഷങ്ങൾ എറിഞ്ഞ് നേതാക്കന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്.